ചരിത്രത്തിൽ തന്നെ മിന്നും വിജയവുമായി തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഇനി BJP ഭരിക്കും. മാറാത്തത് ഇനി മാറുമെന്ന പ്രഖ്യാപനത്തോടെ നടത്തിയ മുന്നേറ്റം തലസ്ഥാനം ഏറ്റെടുത്തതായിരുന്നു. ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുരടിപ്പിലെത്തിച്ച നഗരം ഇനി സ്മാർട്ടാകും. 3 പതിറ്റാണ്ടിലേറെക്കാലം തുടർച്ചയായി ഇടതുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ മുന്നേറ്റമാണ് BJP നടത്തിയത്. LDFന്റെ പകുതിയോളം സീറ്റുകൾ NDAയും UDFും പിടിച്ചെടുത്തു. ചരിത്രത്തിലാദ്യമായാണ് BJPക്ക് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഭരിക്കാനുള്ള കളമൊരുങ്ങുന്നത്. അതാകട്ടെ തലസ്ഥാന നഗരിയിലും. 2015ലും 2020ലും BJPക്ക് 35 സീറ്റ് വീതം ലഭിച്ചിരുന്നു. ഇത്തവണ NDA 50 സീറ്റുകളിലും LDF 29 സീറ്റിലും UDF 19 സീറ്റുകളിലും വിജയിച്ചു. മാറാത്തതിനി മാറുമെന്ന പ്രഖ്യാപനത്തോടെ നടത്തിയ മുന്നേറ്റത്തിൽ തലസ്ഥാനം ഇനി വികസിത അനന്തപുരിയിലേക്ക് കടക്കും. ഇടതു വലത് മുന്നണികൾ ഭരിച്ച് വികസന മുരടിപ്പിലെത്തിച്ച നഗരം ഇനി സ്മാർട്ടാകുമെന്നതിൽ തർക്കമില്ല. സമഗ്രമായ പ്രഖ്യാപനങ്ങളും പദ്ധതികളുമാണ് അനന്തപുരിയിൽ ഇനി BJP നടപ്പിലാക്കാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ തിരുവനന്തപുരം നഗരത്തിൽ വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതും BJP പരിഗണിക്കുന്നു. 100 വാർഡുകളിലും വെള്ളക്കെട്ട് തടയാൻ സമഗ്രമായ മാറ്റം, വഴിവിളക്കുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, കുടിവെള്ള പ്രശ്നങ്ങളിൽ തീർപ്പാക്കുക തുടങ്ങിയവയും നടപ്പാക്കും. ആറ്റുകാൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ക്ഷേത്രങ്ങളെയും പള്ളികളെയും ബന്ധിപ്പിച്ചുള്ള തീർത്ഥാടന ടൂറിസം ഉൾപ്പെടെ BJP പരിഗണിക്കുന്നുണ്ട്. കടലാക്രമണം നേരിടുന്ന തീരദേശ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങ് സഹായമായി എത്തിക്കുകയാണ് മറ്റൊരു പദ്ധതി. 2030ഓടെ അനന്തപുരിയെ രാജ്യത്തെ തന്നെ മികച്ച നഗരമാക്കി മാറ്റുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. മേയർ സ്ഥാനത്ത് ആരുന്ന കാര്യത്തിലും മാരാർജി ഭവനിൽ നിന്ന് ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. ജനം, തിരുവനന്തപുരം.